ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് റംലാൻ ഇഫ്താർ വ്ളോഗ് 21 ആണ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്പെഷ്യലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് കൂടിയിരിക്കുന്നത് അജ്മാനിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങളെയും അതുപോലെ തന്നെ മക്കളെയും ഒക്കെ ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കിയിട്ട് ആണുങ്ങളെല്ലാവരും കൂടി ആണുങ്ങളെല്ലാവർക്കും കൂടി ഇക്കാക്കും ഇക്കാടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറയുന്നത് ഡെസേർട്ടിലാണ്. അപ്പോൾ നമ്മൾ ഡെസേർട്ടിൽ പോകാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ നോമ്പ് തുറ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനോ ഷെയർ ചെയ്യാനോ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇക്കാപ്പം എന്നെയും മക്കളെയും അജ്മാനിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ ഞാൻ മാത്രമല്ല, വേറെയും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളും ലേഡീസൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു സ്പെഷ്യൽ നോമ്പ് തുറയാണ്. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒരുപാട് കൂട്ടം സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമൂസയായിട്ടും ഉന്നക്കയായിട്ടും അതുപോലെ തന്നെ ഒണിയൻ പക്കോട, അതുപോലെ തന്നെ ഡേറ്റ്സ്, നട്ട്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മളിത് ഇപ്പോൾ കിച്ചണിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മൾ ടേബിളിലേക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒണിയൻ പക്കോട എന്നൊക്കെ പറയുന്ന രണ്ട് കടകളിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് 2 ടൈപ്പ് ഒണിയൻ പക്കോട ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സമൂസയാണേലും 2 കടകളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് 2 ടൈപ്പ് സമൂസ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇന്ന് എല്ലാവരും കൂടെ ഒരുപാട് സ്നാക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള 1-2 കൂട്ടം, എനിക്കതിൻ്റെ കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ചിക്കൻ ഉള്ളിൽ വെച്ചിട്ടുള്ള ഐറ്റം, അങ്ങനെ എല്ലാ ഐറ്റംസും. അപ്പോൾ നോമ്പ് തുറക്കാൻ ഏകദേശം ടൈമായി. അപ്പോൾ നമ്മൾ ചായ ഇന്ന് എന്നും ഞാൻ കുടിക്കുന്നത് പോലെ തേയില ടീ ഇട്ടിട്ടുള്ളതല്ല, ഇന്നൊരു സ്പെഷ്യലായിട്ട് കോഫി പൗഡറൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ കോഫി ആണ് ഇന്ന് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ 3-4 പേരാണ് ഉള്ളത്. നമ്മൾ 4 പേരാണുള്ളത്. പിന്നെ ബാക്കി മക്കളാണ്. അപ്പോൾ മക്കൾക്ക് എന്തായാലും ചായയും കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പാലും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് 4 പേർക്കും വേണ്ടിയിട്ടുള്ള നല്ല ചൂട്, നല്ല അടിപൊളി കോഫി, നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈം ആയപ്പോഴത്തേനും കോഫി കപ്പിലേക്ക് മാറ്റി അതും ടേബിളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നോമ്പ് തുറയുടെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6:30 കഴിയുമ്പോഴത്തേനാണ് നമ്മുടെ നോമ്പ് തുറക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 6:30 ആയപ്പോഴത്തേനും ഏകദേശം നമ്മൾ ചായയും അതുപോലെ തന്നെ ടേബിളിൽ എല്ലാം ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡിയായി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാങ്ക് കൊടുത്തതിന് ശേഷം കഴിക്കുക, അതാണ് സംഭവം. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഡെസേർട്ടിൽ പോയിരിക്കുകയാണ്. അവർക്കും എന്തോ കാര്യമായിട്ടുള്ള ഫുഡ് ബുഫയും അതുപോലെ തന്നെ ഡെസേർട്ടിലെ ഇഫ്താർ മീറ്റിനാണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ എൻജോയ് ചെയ്ത് ഒരുമിച്ച് നോമ്പ് തുറയും അതുപോലെ തന്നെ പ്രയറും, നോമ്പ് തുറ, അതിനുശേഷം പ്രയർ, അതിനുശേഷം മെയിൻ ഫുഡ് എല്ലാം നമ്മൾ ആ ദിവസം ഇവിടെയായിരുന്നു. പിന്നെ ഈ വീഡിയോയിൽ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇപ്പോഴേ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഒരു വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. അതും ഞാൻ വഴിയെ കാണിച്ചു തരാം. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ചായയും അതുപോലെ തന്നെ സ്നാക്സും ഫ്രൂട്ട്സും നട്ട്സും ഡേറ്റ്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ്, മാംഗോ ഒക്കെ വളരെ മധുരമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മാംഗോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മളിതാ ഡേറ്റ്സ്, അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നോമ്പ് മുറിക്കുന്നത് ഡേറ്റ്സ് കഴിച്ചിട്ടാണ്. അപ്പോൾ ബാങ്ക് കേട്ടു. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് വെച്ചിട്ട് നോമ്പ് മുറിച്ചു. അതിനുശേഷം കുറച്ച് നട്ട്സും കാര്യങ്ങളുമൊക്കെ. പിന്നീട് നമ്മൾ സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത് സമൂസ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൈപ്പ് മിനി സമൂസയും പിന്നെ ഒരു ടൈപ്പ് നോർമൽ സമൂസയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൊമാറ്റോ സോസിലൊക്കെ മുക്കിയിട്ട് നമ്മൾ സമൂസ കഴിക്കുമായിരുന്നു. സമൂസയുടെ ഉള്ളിലെ സ്റ്റഫിങ് എന്നൊക്കെ പറയുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കോഫി
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൂ കോഫി അങ്ങനെ എന്തോ കോഫി ആയിരുന്നു അത് കുടിച്ചിരുന്നത്. അപ്പോൾ സ്നാക്സും കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ പ്രയറിന് വേണ്ടിയിട്ട് എല്ലാവരും പോയി. അതിനുശേഷം പിന്നീടാണ് നമ്മൾ മെയിൻ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെയിൻ കോഴ്സിൻ്റെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലും തിരക്കലും ആ ഒരു ബഹളമൊക്കെ കാരണം നമ്മൾ മെയിൻ കോഴ്സ് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടില്ല. മെയിനായിട്ട് കഴിക്കാനുണ്ടായിരുന്നത് തിക്കിടി ഉണ്ടായിരുന്നു, ഗീ റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വളരെ സർപ്രൈസിങ് ആയിട്ട് ഇക്കായും എല്ലാവരും കൂടി ഒരു കേക്കൊക്കെ രാത്രി സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റായിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ആരും എടുത്ത് വെച്ച വീഡിയോ ഞാൻ ജസ്റ്റ് ഇതിലൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ റംലാൻ ഇഫ്താർ വ്ലോഗ് 21 എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.